ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സൂപ്പർ 7 എന്ന് പറയുന്ന സീരീസ് ആണ്. അതായത് സൂപ്പർ 7 എന്ന് പറയുന്ന സമയത്ത് ഈ ഓരോ ആഴ്ചകളിലെയും പ്രധാനപ്പെട്ട വാർത്തകൾ 7 വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക, കറണ്ട് അഫയേഴ്സ് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഏപ്രിൽ 22 തൊട്ടിട്ട് 29 വരെയുള്ള വീക്കിൽ പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന പല പ്രധാന പരീക്ഷകൾക്കും വിവിധ തല പരീക്ഷകൾക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. സോ സൂപ്പർ 7ന്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ആ ഒരു പ്രധാനപ്പെട്ട സൂപ്പർ 1 എന്ന് പറയുന്ന ആദ്യ പ്രധാനപ്പെട്ട വാർത്ത എന്താ നോക്കാം. അപ്പൊ ഈ ഏപ്രിൽ 22 തൊട്ട് 29 വരെയാണ് ആദ്യ വീക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിൽ 2 പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ കടന്നുപോയ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ലോക ഭൗമ ദിനവും ലോക പുസ്തക ദിനവും. അപ്പോൾ ഇതിനെ പ്രമേയങ്ങൾ ഏപ്രിൽ 22 ലോക ഭൗമ ദിനം, ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. ഇതിന്റെ പ്രമേയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട്. സോ 2025 ഭൗമദിന സന്ദേശം എന്താണ്? നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്നാണ്. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്നുള്ളതാണ് ഈ വർഷത്തെ 2025 ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. അടുത്തത് ലോക പുസ്തക ദിനമാണ്. ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ അച്ചീവിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, അതിന്റെ മലയാളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിൽ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക് എന്താണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ ഏപ്രിൽ 22 ലോക ഭൗമ ദിനം, ഏപ്രിൽ 23 ലോക പുസ്തക ദിനം, ഈ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളുടെയും പ്രമേയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതാണ് നമ്മളെ സൂപ്പർ 1 പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പദവിയെ കുറിച്ചാണ്. സംസ്ഥാന തലങ്ങളിൽ ഒരു IAS കേഡറിന് എത്താൻ പറ്റുന്ന ഏറ്റവും പരമോന്നത പദവിയാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്, അല്ലെ? ഒരു IAS കാരന് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. എന്നാൽ സംസ്ഥാന തലങ്ങളിൽ ഒരു IAS ഉദ്യോഗസ്ഥ ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത പദവി എന്ന് പറയുമ്പോൾ അത് ചീഫ് സെക്രട്ടറി ആണ്. സോ കറന്റ്ലി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ശാരദാ മുരളീധരനാണ്. 49ാം ചീഫ് സെക്രട്ടറി ആണ്. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആണ് ആരെന്ന് പറയുന്നത്? ശാരദാ മുരളീധരൻ എന്ന് പറയുന്നത്. എന്നാൽ 50ാമത്തെ ചീഫ് സെക്രട്ടറി, ഓക്കെ, ഈ മാസം 30-ന് ശാരദാ മുരളീധരൻ വിരമിക്കും. സോ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? A ജയതിലക് ആണ്. A ജയതിലക് കുറച്ചു കാലങ്ങളായിട്ട് മലയാളി ചീഫ് സെക്രട്ടറിമാർ തന്നെയാണ് കേരളത്തിനുള്ളത്. പലപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള IAS കേഡർമാര് കേരളത്തിലേക്ക് പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും വരാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് മലയാളി ചീഫ് സെക്രട്ടറിമാർ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട്. സോ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരനാണ്. ഏപ്രിൽ 30-ന് അവരുടെ കാലാവധി അവസാനിക്കും. അതിനുശേഷം ആരാണ്? A ജയതിലകാണ് സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ ആഴ്ചയിലെ വാർത്ത. ഇനി മൂന്നാമത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ബഹിരാകാശത്തേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരി ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. സോ നമുക്കറിയാം ശുഭാൻഷു ശുക്ല ഗഗൻയാൻ ദൗത്യത്തിലെ ഒരു ആളാണ്, അല്ലെ? നമ്മുടെ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത്, അല്ലെ? ഗഗൻയാൻ ദൗത്യത്തിലുള്ള 4 അംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹം എന്താണ്? അമേരിക്കയുടെ ആക്സിയം 4 എന്ന ദൗത്യത്തിലും അദ്ദേഹം എന്താണ്? പങ്കാളിയാകുന്നുണ്ട്. ആക്സിയം 4 ദൗത്യത്തിലെ മറ്റു യാത്രികരാരൊക്കെയാണ്? പെഗി വിറ്റ്സൺ, സാവോസ് ഉസ്താൻസി, ടിബോർ കബു എന്നുള്ളതാണ്. അപ്പോൾ പെഗി വിറ്റ്സൺ, സാവോസ് ഉസ്താൻസി, ടിബോർ കബു എന്നീ പറയുന്ന വ്യക്തികളാണ് ആക്സിയം 4 ദൗത്യത്തിലെ മറ്റു പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ദൗത്യം, ഈ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന
ആക്സിയം 4-ലെ ഒരു മെമ്പർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ്? സ്പേസ് സ്റ്റേഷനിൽ കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ 7 പരീക്ഷണങ്ങൾ നടത്തും. ഗഗൻയാൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ദൗത്യങ്ങളിൽ വൈദഗ്ധ്യം നേടാനുള്ള അവസരമായാണ് ISRO കാണുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ ഗഗൻ അല്ലെ, ബഹിരാകാശത്തേക്കുള്ള ഇന്ത്യയുടെ ആദ്യ യാത്രയാണ് അല്ലെ ഗഗൻയാൻ എന്ന് പറയുന്നത് അല്ലെ. സോ അതുപോലെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു അന്താരാഷ്ട്ര നിലയം സ്ഥാപിക്കാനുള്ള ഉദ്ദേശത്തോടെ തുടങ്ങുന്ന ഒരു പദ്ധതിയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സോ അതിലൊക്കെ നിർണായക പങ്ക് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് നേടാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി പറയാൻ പോകുന്നത് 4ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് ലോറസ് കായിക പുരസ്കാരം. നമുക്കറിയാം കായിക നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് കായിക പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെ. കഴിഞ്ഞ ഈ ഒരു ആഴ്ചയിലാണ് കായിക നൊബേൽ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സോ ലോറസ് പുരസ്കാരത്തിൽ ഒരുപാട് അവാർഡുകളുണ്ട്. എന്താണ് കംപാക്ക്, ബ്രേക്ക് ത്രൂ അവാർഡ്, പിന്നെ അതുപോലെ തന്നെ ഐക്കൺ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല അവാർഡുകളുണ്ട്. സോ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മികച്ച പുരുഷ താരം, മികച്ച വനിതാ താരം, ആ 2 കാറ്റഗറിയാണ്. സോ മികച്ച പുരുഷ വനിതാ കായിക താരങ്ങൾ സ്വീഡിഷ് പോൾ വാൾട്ട് താരം അർമാൻഡ് ഡ്യൂപ്ലന്റിസ്. അപ്പോൾ അർമാൻഡ് ഡ്യൂപ്ലന്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒളിമ്പിക്സിൽ പോൾ വാൾട്ടില് ലോക റെക്കോർഡ് നേടിയപ്പോൾ അല്ലെ, തന്റെ സ്നേഹിതരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരു സ്വീഡിഷ് താരത്തിന്റെ ആ ഒരു ചിത്രം നിങ്ങൾ മേ ബി സോഷ്യൽ മീഡിയകളിൽ കണ്ടിട്ടുണ്ടാവും. സോ അർമാൻ ഡ്യൂപ്ലന്റിസ് എന്ന് പറയുന്ന സ്വീഡിഷ് പോൾ വാൾട്ട് താരമാണ്. അദ്ദേഹം കഴിഞ്ഞ ഒളിമ്പിക്സിൽ ലോക റെക്കോർഡോടെ പോൾ വാൾട്ടിൽ സ്വർണം നേടുന്നുണ്ട്. പിന്നെ മികച്ച വനിതാ താരമാരാണ്? US ജിംനാസ്റ്റ് സിമോൺ ബെയിൽസ് ആണ്. US ജിംനാസ്റ്റ് സിമോൺ ബെയിൽസ് ആണ് മികച്ച വനിതാ താരം എന്ന് പറയുന്നത്. പിന്നെ മികച്ച കംപാക്ക്, മികച്ച തിരിച്ചുവരവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ താരമായുള്ള ഋഷഭ് പന്തൊക്കെ ആദ്യമായിട്ട് നോമിനേഷനിൽ എത്തിയിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് ആ ഒരു ആദ്യഘട്ടത്തിൽ ഈ ഒരു മികച്ച കംപാക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആദ്യഘട്ടങ്ങളിൽ ഋഷഭ് പന്ത് മത്സരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവാർഡൊന്നും ലഭിച്ചില്ല. അതുപോലെ ലോറസ് കായിക പുരസ്കാരത്തിൽ മികച്ച ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരമായിട്ട് ഈ വർഷം ലഭിച്ചത് ടെന്നീസ് ഇതിഹാസമായിട്ടുള്ള സ്പാനിഷ് താരമായിട്ടുള്ള റഫേൽ നദാലിനാണ്. ഓക്കെ, റഫേൽ നദാലിനാണ് മികച്ച സ്പോർട്സ് ഐക്കൺ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന പുരസ്കാരം ലഭിച്ചത്. ലോറസ് പുരസ്കാരത്തിൽ ഈ വർഷം ലഭിച്ചത് ആർക്കായിരുന്നു? റഫേൽ നദാൽ എന്ന് പറയുന്ന ടെന്നീസ് ഇതിഹാസത്തിനായിരുന്നു. സോ മികച്ച പുരുഷ താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്, പിന്നെ മികച്ച വനിതാ താരമാരാണ് US ജിംനാസ്റ്റ്, ഓക്കെ, ആരാണ്? സിമോണ ബെയിൽസിനുമാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ കെ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന അല്ലെ. റീസെന്റ് ആയിട്ടാണ് നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് അന്തരിച്ചത് അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ നഷ്ടമാണ് ഡോക്ടർ കെ കസ്തൂരി രംഗൻ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം ISRO സയന്റിസ്റ്റ് ആയിരുന്നു, ISRO ചെയർമാൻ ആയിരുന്നു. 5ാമത്തെ ISRO ചെയർമാൻ ആയിരുന്നു ഡോക്ടർ കെ കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. രാജ്യം പത്മശ്രീ 82-ല്, പത്മഭൂഷൺ 92-ല്, പത്മവിഭൂഷൺ 2000-ല് എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനായിരുന്നു. 94 മുതൽ 2003 വരെ ISROയുടെ 5ാമത്തെ ചെയർമാനായിരുന്നു. 94 മുതൽ 2003 വരെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, 2 എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് അദ്ദേഹമാണ്. ആസൂത്രണ കമ്മീഷൻ അംഗം കൂടിയായിരുന്നു ആര്? ഡോക്ടർ കെ കസ്തൂരി രംഗൻ. അപ്പൊ അദ്ദേഹം എന്താണ് 82-ൽ പത്മശ്രീ ലഭിച്ചു. അതൊക്കെ ഓർത്തിരിക്കട്ടോ, ചിലപ്പോൾ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. പത്മഭൂഷൺ 92-ല്, പത്മവിഭൂഷൺ 2000-ല് എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. അതുപോലെ പശ്ചിമഘട്ട സംരക്ഷണത്തെ കുറിച്ച് പ്രധാനപ്പെട്ട 2 ഇതാണ് അല്ലെ, ഗാഡ്ഗിലും കസ്തൂരി രംഗൻ റിപ്പോർട്ടൊക്കെ എന്ന് പറയുന്നത് അല്ലെ. സോ ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാന്. 94 മുതൽ 2003 വരെ ISROയുടെ 5ാമത്തെ ചെയർമാനായിരുന്നു. ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, 2 എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത്. അതുപോലെ ആസൂത്രണ കമ്മീഷൻ അംഗം കൂടിയാണ് ആര്? നമ്മുടെ ഡോക്ടർ കെ കസ്തൂരി രംഗൻ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മരണമാണ്, കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ മരണമാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുണിന്റെ മരണ വാർത്ത എന്ന് പറയുന്നത്. മലയാള സിനിമയെ ലോക സിനിമയുടെ നെറുകയിലെത്തിച്ച വിഖ്യാത സംവിധായകനും ഛായാഗ്രഹകനുമായ ഷാജി N കരുൺ അന്തരിച്ചു.
സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ലഭിച്ചു. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. JC ഡാനിയൽ പുരസ്കാരം നൽകി സംസ്ഥാനം ആദരിച്ചത് ഈ മാസം 16 ആയിരുന്നു. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി എൻ കരുണാണ്. അതുപോലെ പിറവി 1988 ആണ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. അപ്പോൾ റീസെന്റ് ആയിട്ട് രണ്ട് പ്രധാനപ്പെട്ട, രണ്ടല്ല മൂന്ന് അല്ലെ, ഒന്ന് പോപ്പ് ഫ്രാൻസിസ്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ കെ കസ്തൂരി രംഗൻ, പിന്നെ ഷാജി എൻ കരുണ. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഷാജി എൻ കരുണയെ കുറിച്ചും അതുപോലെ തന്നെ പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചാണ്, കസ്തൂരി രംഗനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്താണ്? സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ലഭിച്ചു. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. JC ഡാനിയൽ പുരസ്കാരം നൽകി സംസ്ഥാനം ആദരിച്ചത് ഈ മാസം 16 പിറവി 1988 സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. അദ്ദേഹം പിറവി എന്ന് പറഞ്ഞ ചിത്രമാണ് 1988 അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം എന്ന് പറയുന്നത്. ഇനി ഒരു പദ്ധതിയാണ് തദ്ദേശീയ ജനതയുടെ ആഗോള ഭാഷയായ ഇംഗ്ലീഷിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിൽ മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അവരെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് കമ്മ്യൂണിക്കോർ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സോ ഈ കമ്മ്യൂണിക്കോർ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ പദ്ധതിയാണ് കേട്ടോ. കുടുംബശ്രീ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്? തദ്ദേശീയ ജനതയുടെ ആഗോള ഭാഷയായ ഇംഗ്ലീഷിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിൽ മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അവരെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നാണ് കമ്മ്യൂണിക്കോർ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുടുംബശ്രീ ക്ലിയർ ആണല്ലോ. സോ 2025 കുടുംബശ്രീ ആരംഭിച്ച പ്രധാന പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ആഴ്ചയിലെ സൂപ്പർ 7 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, സൂപ്പർ 7 എന്ന് പറയുന്ന ഈ ഒരു ഏപ്രിൽ തൊട്ട് 22 തൊട്ട് 29 വരെയുള്ള പ്രധാനപ്പെട്ട സൂപ്പർ 7 ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് CPO വുമൺ CPO എക്സാം ഉടൻ തന്നെ വരുന്നുണ്ട്. CEO എക്സാം മെയ് മാസത്തിലാണ്. അതിനുശേഷം ഉടൻ തന്നെ ജൂൺ മാസത്തിൽ CPO വുമൺ CPO എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയാലോ എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ എക്സാം സിലബസിലോട്ട് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യും, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. സോ ആവശ്യമുള്ളത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു CPO വുമൺ CPO ലിസ്റ്റ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ലിസ്റ്റിലിടുന്നതിൽ മാത്രമല്ല നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ട് ഫുൾ സിലബസ്, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ്, ഇനി ഈ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ക്ലാസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് ലൈവ് റെക്കോർഡിംഗ് സെഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ PYQ ഡിസ്കഷൻ, ഇതെല്ലാം നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. സോ കോഴ്സ് ഫീ 1999 ആണ്. സോ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളും ചേരാൻ ആഗ്രഹമുണ്ടല്ലോ തീർച്ചയായിട്ടും 8590202323 നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ CPO വുമൺ CPO എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെയ് 15 സഞ്ജയ് സാറിന്റെ ഒരു വെബിനാർ ഉണ്ട്, ഫ്രീ വെബിനാർ ആണ്. അപ്പോൾ വെബിനാറിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ആ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതിൽ രജിസ്റ്റർ ചെയ്യണം, വെറുതെ ക്ലിക്ക് ചെയ്താൽ പോരാ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ വെബിനാറിൽ പങ്കെടുക്കുക. ഈ എക്സാമിന് എങ്ങനെ പഠിക്കണമെന്നും മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ സൂപ്പർ 7 എന്ന് പറയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും. സോ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ബന്ധപ്പെട്ട് സൂപ്പർ 7 നമ്മൾ തുടരുന്നതാണ് അല്ലേ. തുടരും എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ചിത്രമാണ്. സോ സൂപ്പർ 7 തുടരും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. അതുപോലെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.